നമസ്കാരം. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ചയാണ് ആശാ ഭോസ്ലെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മകൻ ആനന്ദ് ഭോസ്ലെയാണ് ആശാ ഭോസ്ലെയുടെ മരണവാർത്ത സ്ഥിരീകരിച്ചത്. അമ്മ ഇനി നമുക്കൊപ്പമില്ല. സംസ്കാര ചടങ്ങുകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാ ഭോസ്ലെ കടുത്ത ക്ഷീണവും നെഞ്ചിലെ അണുബാധയും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കൊച്ചുമകൾ സനായി ഭോസ്ലെയാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിരുന്നു അവരുടെ പ്രതികരണം. അനാവശ്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും ആ ഘട്ടത്തിൽ കൊച്ചുമകൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളായ ആശാ ഭോസ്ലെ വിവിധ ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ബോളിവുഡ് സംഗീതത്തിലെ സുവർണ്ണ കാലഘട്ടത്തിലെ അവശേഷിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിഭയായിരുന്നു ആശാ ഭോസ്ലെ. ബോളിവുഡ് സംഗീതത്തിലെ സുവർണ്ണ കാലഘട്ടമായിരുന്നു ആശാ ഭോസ്ലെയുടേത്. ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെ നയിച്ച വ്യക്തിത്വമാണ് ഇവരുടേത്. 20-ലധികം ഇന്ത്യൻ വിദേശ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആശാ ഭോസ്ലെ ഗസലുകൾ, ഭജനകൾ, ശാസ്ത്രീയ സംഗീതം, പോപ്പ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ലതാ മങ്കേഷ്കറുടെ ഇളയ സഹോദരിയും ഗായികയുമാണ് ആശാ ഭോസ്ലെ. 10-ാം വയസ്സിൽ സംഗീത ജീവിതം ആരംഭിച്ച ആശാ ഭോസ്ലെ ഇന്ന് ഇന്ത്യയിലെ ഇതിഹാസ തുല്യയായ കലാകാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. വിനോദ വ്യവസായത്തിനായി നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച ഭോസ്ലെയെ പത്മവിഭൂഷൺ, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത കലാകാരി എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ അംഗീകാരവും ഇവർ നേടിയിട്ടുണ്ട്. പി നയ്യാറുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ ഹുസൂർ തും ഗോ, ആർ.ഡി. ബർമനോടൊപ്പമുള്ള ചുരാ ലിയ ഹേ തുംനെ ജോ ദിൽ ഖോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. പിയാ തു അബ് തോ ആജാ, യേ മേരാ ദിൽ തുടങ്ങിയ ഗാനങ്ങളിലൂടെ അവർ ഹിന്ദി സിനിമാ സംഗീതത്തിൽ പുതിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു. 1990-കളിലും 2000-ന്റെ തുടക്കത്തിലും A.R. റഹ്മാനുമായുള്ള സഹകരണത്തിലൂടെ തൻഹ തൻഹ, രംഗീല റേ തുടങ്ങിയ ഐക്കണിക് ഗാനങ്ങളും അവർ സമ്മാനിച്ചു. കഭി തോ നസർ മിലാവോ പോലുള്ള ഇൻഡി പോപ്പ് ഗാനങ്ങളിലൂടെ പുതിയ തലമുറയുടെയും പ്രിയങ്കരിയായി മാറാൻ ആശാ ഭോസ്ലെയ്ക്ക് സാധിച്ചിരുന്നു. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും 2008-ൽ പത്മവിഭൂഷൺ നൽകിയും രാജ്യം അവരെ ആദരിച്ചു. കൂടാതെ ഉമ്രാവോ ജാൻ, ഇജാസത്ത് എന്നീ ചിത്രങ്ങളിലെ മികച്ച ആലാപനത്തിന് 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഗായികയാണ് ആശാ ഭോസ്ലെ. 1997-ൽ ഉസ്താദ് അലി അക്ബർ ഖാനുമൊത്തുള്ള ലെഗസി എന്ന ആൽബത്തിലൂടെയായിരുന്നു ഇത്. 1990-കളിൽ സിനിമയിൽ നിന്ന് പതിയെ പിൻവാങ്ങിയ ആശയെ A.R. റഹ്മാനാണ് തിരിച്ചു കൊണ്ടുവന്നത്. 1995-ൽ പുറത്തിറങ്ങിയ രംഗീല എന്ന ചിത്രത്തിലെ ഊർമിള മണ്ഡോത്കറിന് വേണ്ടി പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി. തുടർന്ന് താൽ, ലഗാൻ, ദൗഡ്, ഇരുവർ, ലഗാൻ തുടങ്ങിയ നിരവധി റഹ്മാൻ ചിത്രങ്ങളിൽ ആശ പാടിയിട്ടുണ്ട്. OP നയ്യാർ, ബോംബെ രവി, S.D. ബർമൻ, R.D. ബർമൻ, ഇളയരാജ, റഹ്മാൻ, ജയദേവ്, ശങ്കർ ജയ്കിഷൻ, അനുമാലിക് തുടങ്ങിയ ബോളിവുഡ് ലോകത്തെ പ്രശസ്തരായ സംഗീത സംവിധായകരുടെ എല്ലാം കീഴിൽ ആശ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തൻ്റെ 16-ാം വയസ്സിൽ കുടുംബത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് ഗണപത് റാവു ഭോസ്ലെയെ വിവാഹം കഴിച്ചു. പിന്നീട് ആ ബന്ധം വേർപിരിയുകയായിരുന്നു. 1980-ൽ പ്രശസ്ത സംഗീത സംവിധായകൻ R.D. ബർമനെയാണ് പിന്നീട് അവർ വിവാഹം ചെയ്യുന്നത്. ഭോസ്ലെയുടെ മരണത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം അറിയിച്ചു.